അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ യൂട്യൂബിൽ വന്ന് തെറി പറയണം അവന്മാര്. നീയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അപരാധിച്ചോ? ഇതൊരു മനസ്സിലാവണ്ട പറയണത്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകളിലെ പിഴവുകൾ ഉറക്കപ്പിച്ചെന്ന് പറയുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നിന്നെ എണിപ്പിച്ചിട്ട് നിവിൻ പോളിക്ക് എതിരെ യുവതി ഒരു പരാതി കൊടുത്ത് യുവതിയുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ ഇട്ട് അത് ഞാൻ കണ്ടു. ഉറക്കപ്പിച്ച് ഞാനും ഭാര്യയും കൂടെയാണ് എയറിൽ ഉദ്ദേശിച്ചത്, ഞാൻ മാത്രമല്ല. ഈ ഉറക്കപ്പിച്ചിലെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറെ യൂട്യൂബർമാർ മുതൽ ഇരുന്നിട്ട് ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ FIR വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നും അറിയുന്നില്ല ഈ FIR വന്നു എന്നുള്ള കാര്യം. ഞങ്ങളിവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു 4-5 വണ്ടി ക്യാമറയും ചാനലുമായിട്ട് വന്ന് എണീൽപ്പിച്ച് അവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, 2 വാക്ക് പറയൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ആ പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് തലേദിവസം കേട്ടത്. തലേദിവസം കേട്ടിട്ട് ഒരു പ്രമുഖ ചാനലിലെ വ്യക്തികൾക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ 6 മണിക്കാണ് വീട്ടിൽ വന്ന് വിളിച്ചെടുത്തത്. കേസ് എന്താ മനസ്സിലാക്കണം. കേസ് എന്താ? പീഡനം. വെള്ളത്തിൽ ലേറി കലർത്തിയിട്ട് 3 ദിവസം അടച്ചിട്ടു. ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇങ്ങനെ എങ്ങനെ മറക്കും? തലേ ദിവസം ഈ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 10-12 മണിയോളായിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ എണീക്കുന്നത് ഈ രാവിലെയാണ്. രാവിലെ 6 മണിക്ക് ഈ പ്രമുഖ ചാനലിലെ ഒരു ടീം അവിടെ വരുവാണ് അഭിമുഖം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് ആ വ്യക്തിയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എണീറ്റ വഴി നേരെ വന്നിരുന്നതാണത്. ഉറക്കപ്പിച്ചിന്റെ കാര്യം എന്തായിക്കോട്ടെ, എണീറ്റ വഴി നേരെ വന്നിരുന്നതാണ്. ഈ പ്രമുഖ ചാനലിലെ ഒരു മൊട്ട പ്രത്യേക അജണ്ടയായിട്ട് വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇത് പ്ലാൻ ചെയ്ത് വന്നതാണ്, മനസ്സിലാവുണ്ടോ? അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു, ഇങ്ങനെയൊക്കെ ചോദിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് 14, 15, 16 എന്ന് പറഞ്ഞൊരു ഡേറ്റിന്റെ കാര്യം എടുത്തിടുവാണ്. ഈ മൊട്ട പറഞ്ഞത് ആരാ മനസ്സിലായോ? അരുൺ പറഞ്ഞ പുള്ളിക്കാരനെ പറ്റിയിട്ടാണ് ഇവൻ പറയുന്നത്. പാസ്പോർട്ടിൽ നോക്കി അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ മൊട്ടയുടെ അടുത്തും അതിനു മുമ്പേ പറഞ്ഞു. മൊട്ട പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് കേൾക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് പെട്ടെന്ന് കയറി മൊട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. അരുണ് നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. യുവതിയാണ് നല്ലപോലെ ആൻസർ പറയണ്ടേ. ഇയാൾ എന്തൊക്കെ ഡയലോഗ് അടിക്കണേ? അഭിമുഖം ആദ്യം മുതൽ വീണ്ടും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. PR വർക്ക് ചെയ്യണവന്മാരും ഇവർക്കിടെ ആൾക്കാർ മാറി നിൽക്ക്, ബാക്കിയുള്ള ആളുകൾ. പിന്നെ ഒരു കാര്യമുള്ളത്, മൊട്ട അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്ന മൊഴികളുടെ വൈരുദ്ധ്യം. ഞങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴികളിൽ ഒരു വൈരുദ്ധ്യം ഇല്ല. ഈ ഡേറ്റ് കൃത്യമായിട്ട് പാസ്പോർട്ട് നോക്കിയാണ് അവിടെ പറഞ്ഞെന്ന് ഈ അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ ആ കൃത്യമായ ഡേറ്റ് അവരോട് പറഞ്ഞിരുന്നു. നമ്മൾ പോലീസുകാരെ വോയിസ് കേട്ടല്ലോ. ഇവൻ എന്താണ് പറയണേ? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉറച്ചു വെക്ക്. കുറെ യൂട്യൂബേഴ്സിനെ ചീത്തെന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ മൊഴി കൊടുത്തപ്പോൾ തന്നെ അവിടെ പറഞ്ഞിരുന്നു. അത് ഈ ചാനലിൽ ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്റെ പൊന്നുമോട്ടെ, ഇന്നത്തെ കാലത്തുള്ള ചെറിയ പിള്ളേർക്ക് വരെ അറിയാം വാട്സപ്പിൽ ഒരു വീഡിയോയുടെ ലിങ്കിൽ ബഗ് ഫയൽ പോലെയൊക്കെ ഇട്ടിട്ട് സ്ക്രീൻ റെക്കോർഡ് മുതൽ സകല സാധനവും ഹാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളവരും കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം. ചെറിയ കുട്ടികൾ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്താ പറയുന്നേക്കാ? ഏത് കുട്ടിയൊന്ന് പറഞ്ഞുതരൂ. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയൂലക്കാ. ഇപ്പോഴൊക്കെ നമ്മളെ സൈബർ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കരമാണ്. അപ്പൊ അതിനെക്കുറിച്ച് താങ്കൾ അറിയില്ലാത്ത മട്ടില് അത് പോട്ടെ. അപ്പൊ യൂട്യൂബിൽ വന്ന് തെറി പറയണം അവന്മാര്. നീയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അപരാധിച്ചോ? ഇതൊരു മനസ്സിലാവണ്ട പറയണത്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകളിലെ പിഴവുകൾ
ഉറക്കപ്പിച്ചെന്ന് പറയുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നിന്നെ എണിപ്പിച്ചിട്ട് ക്യാമറയുടെ പരിചയമില്ലാത്ത ഒരുത്തിനെ എണിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ എണിപ്പിച്ചിട്ട് ഇന്നാ മുൻപേക്ക് എന്ന് പറഞ്ഞാൽ ലൈവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. പിന്നെ എനിക്ക് ലൈവിലും ഒന്നും വലിയ ഇതൊന്നുമില്ല, ഞാനിന്ന് ആദ്യമായിട്ട് ചെയ്യണ ലൈവാ. അപ്പൊ ആലോചിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തും വെച്ച് കയറും. അതിന് കൊണ്ട് ഞാൻ കുറച്ച് തെറി പറഞ്ഞതിൽ, സത്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ട് വിചാരിക്കണ്ട, അനുഭവിച്ചത് ഞാനാ. അപ്പൊ എന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഞാൻ തീർത്തോണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കൂടെ ഉള്ള വീഡിയോകളിൽ കൂടെ ആളുകൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ എങ്ങനെ എന്റെ കാമം അല്ലെങ്കിൽ എന്റെ ആ ഒരു പറയുന്ന ഒരു സാധനം ഇത് കാമം കരഞ്ഞു തീർക്കണ പോലെ ഈ മറ്റേ സാധനമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വിഷമം വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു തീർക്കുന്നത്. അപ്പൊ ഈ മൊട്ടച്ചേട്ടൻ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നതെന്നുള്ളതിന്റെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇയാള് യൂട്യൂബേഴ്സിനെ പച്ച തെറി വിളിക്കുക, അതിനാ സൗണ്ട് കുറച്ച് വെച്ചതാണ്. അതെന്റെ മാന്യത, തിരിച്ച് വിളിക്കാൻ അറിയാത്തോണ്ടൊന്നല്ല. നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിനെപ്പോഴും പറയണം. 100% തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി ശിക്ഷിക്കപ്പെടണം. ചെയ്തിട്ടില്ലെങ്കിൽ ഓൻ നിരപരാധിയാണ് എന്ന് അറിഞ്ഞാൽ നിവിൻ പോളി ആ യുവതിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കണം, എന്നിട്ട് നഷ്ടപരിഹാരം വാങ്ങണം. ഒരു പെണ്ണ് ഒരാണിനെതിരെ കേസ് കൊടുത്താൽ സ്പോട്ടിൽ അന്വേഷിക്കും. ബട്ട് ഒരു ആണ് ഒരു പെണ്ണിനെതിരെ കേസ് കൊടുത്താലോ സ്പോട്ടിൽ അന്വേഷിക്കൂല. അതെന്താ അങ്ങനെ?